ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ അലുമിനിയം ഫോയിലൊക്കെ നമ്മൾ ആഹാരം പൊതിഞ്ഞ് കൊണ്ടുപോകാറുണ്ട് അല്ലേ. ആഹാരം കഴിക്കാനൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചൂടാഹാരങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഫോയിലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃക്ക തകരാറുണ്ടാകുമോ, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുമോ, ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മൾ വാട്ടിയ വാഴയിലാണ് ഈ ചോറൊക്കെ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുപോയിരുന്നത്. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം പ്ലാസ്റ്റിക് പാത്രമായി. പിന്നെ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ, ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഈ രീതിയിലാണ്. ഇങ്ങനെ അലുമിനിയം ഫോയിലാണ് ആഹാരം പൊതിഞ്ഞു കൊണ്ടുപോകുന്നത്. 1-2 പൊതി കൊണ്ടുപോകും. വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കഴിക്കും. അങ്ങനെയാണ് ഞാൻ കഴിക്കാറുള്ളത്. കാരണം ചൂടാറാതെ ഭക്ഷണം കഴിക്കാനും അതുപോലെ പിന്നെ ടേസ്റ്റ് മാറാതിരിക്കാനും ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ കയറാതിരിക്കാനും ഒക്കെ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള സംശയം പല ആളുകളുണ്ട്. പല ആളുകളും അതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ കനം കുറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ഈ അലുമിനിയം ഫോയിൽ. ഇല പോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് കഴിയും. വളരെ വേഗത്തിൽ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ അതിനുവേണ്ടി പല ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അലുമിനിയം ഫോയിൽ, അലുമിനിയം ധാരാളം നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതല്ല. വളരെ ചെറിയ അളവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ നമ്മൾ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള അലുമിനിയം ഫോയിലാണെന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഈ അലുമിനിയം ഫോയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രകാശത്തെയും അതുപോലെ ഓക്സിജനും ബാക്ടീരിയ ഒന്നും ഇതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇത് തടയും. അത് നല്ലോണം പ്രോപ്പറായിട്ട് കവറാകുന്നത് കൊണ്ട് ഇതിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ചൂട് നഷ്ടപ്പെടാതിരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചൂടുള്ള ആഹാരം ഒരു കാരണവശാലും അലുമിനിയം ഫോയിൽ വയ്ക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് ചൂടുള്ള ആഹാരമല്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം അലുമിനിയം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മസാലയുള്ള സാധനങ്ങളും നമ്മൾ ചൂടായിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ അലുമിനിയം ഇതിൻ്റെ അകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ബാക്കി ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ചൂടാഹാരങ്ങളോ അതുപോലെ മസാലകളോ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ അലുമിനിയം ഫോയിലിൽ കവർ ചെയ്ത് സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. 1-2 പ്രാവശ്യം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം അതൊരു തെറ്റായൊരു മെസ്സേജാണ്. നമ്മൾ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃക്ക തകരാർ ഉണ്ടാകുമോ എന്നുള്ളത് തെറ്റായ മെസ്സേജാണ്. കാരണം നമുക്ക് പിന്നെ രുചി നഷ്ടപ്പെടാതിരിക്കാനും അതിൻ്റെ മണം നഷ്ടപ്പെടാതിരിക്കാൻ കേടാകാതിരിക്കാനും ഒക്കെ നമുക്ക് പൊതിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അലുമിനിയം ഫോയിൽ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാങ്ങിക്കുക. വളരെ 0.2 മില്ലിമീറ്റർ വളരെ സൈസ് കുറഞ്ഞ, അതിന് തിക്നെസ് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ അലുമിനിയം ഫോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറെ നേരം നമുക്ക് കേട് വരാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് അലുമിനിയം ഫോയിൽ. നല്ലത് തന്നെയാണ്. പക്ഷേ ചൂടുള്ള ആഹാരമോ ധാരാളം മസാല ഉള്ള ആഹാരങ്ങൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ, ചൂടും മസാലയും ഒരുമിക്കുമ്പോഴാണ് അലുമിനിയം അതിൻ്റെ അകത്തോട്ട് ആഹാരത്തിലോട്ട് ആഗിരണം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ മാക്സിമം നോക്കുക. വല്ലപ്പോഴും കഴിച്ചാലും അപ്പോഴും പ്രശ്നമില്ല. കാരണം നമ്മുടെ അലുമിനിയം നമ്മുടെ ശരീരത്തിൽ കുറച്ചൊക്കെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിൽ അത് കളയാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.